എൻ്റെ പേര് സിൽവി ജോസഫ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഭരതടവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരാനുണ്ടായ അനുഭവമാണ് ആദ്യമായി പറയുന്നത്. ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ കഴിഞ്ഞ 2022 ഒക്ടോബർ 16 തീയതി വരെ ഞാൻ എന്നും പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ടിരുന്ന ആളായിരുന്നു. പെട്ടെന്ന് എനിക്ക് നെഞ്ചിൽ അസ്വസ്ഥത വരികയും ചുമയും കഫക്കെട്ടും സ്വരമൊക്കെ അടയും. ഞാൻ കിടപ്പ് രോഗിയായി, ആ ഒരു അവസ്ഥയായി. അങ്ങനെ ഞാൻ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് നെഞ്ചിന് സ്കാനിങ്, അത് മരുന്ന് കയറ്റിയിട്ടുള്ള CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലെൻസിലൊരു സിസ്റ്റവും ശ്വാസകോശം ഒട്ടിപ്പിടിച്ചിരിക്കുക, ധമനികൾ അടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്, ബൾക്കി തൈറോയ്ഡ് എന്ന് പറഞ്ഞു കണ്ടു. അങ്ങനെ തൊണ്ടയുടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. തൊണ്ടയുടെ സ്കാൻ ചെയ്തു. അമല സ്കാൻ സെൻറ്ററിലാണ് സ്കാനിങ് ഒക്കെ നടക്കുന്നത്. സ്കാനിങ് സെൻറ്ററിൽ ചെന്ന് സ്കാൻ ചെയ്തു. 3 മുഴകൾ തൊണ്ടയിലുണ്ട്. ഒരു മുഴ 9.5, 2 മുഴകൾ ചെറുതുകളാണ്. അങ്ങനെ FNAC ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു, കുത്തിപ്പരിശോധനയ്ക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയിൽ വന്ന് ഇവിടുത്തെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ തൊണ്ടയിൽ പറ്റുകയും ഉപ്പ് എൻ്റെ കയ്യിൽ തരികയും ചെയ്തു. അങ്ങനെ ഞാൻ സ്കാനിങ് സെൻറ്ററിൽ ചെന്ന് കുത്തിയെടുത്ത് പരിശോധിക്കാനുള്ള ആ നിമിഷം ഉപ്പ് ആ സെൻറ്ററിലിടുകയും എൻ്റെ തൊണ്ടയിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ച് ഞാൻ തിരിച്ചു പോന്നു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞു. എൻ്റെ ആ ഇടവകയിൽ ആ പരിസരത്തുള്ളവരൊക്കെ എനിക്ക് ക്യാൻസറാണെന്ന് വിധി എഴുതി. ഞാനും സംശയിച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ. ഞാനാണെന്ന് ആകാവശ്യ നിലയിലും ഒച്ച പോയി കിടപ്പ് അങ്ങനത്തെ ഉള്ളൊരവസ്ഥ. പക്ഷേ 3-ാം ദിവസം റിസൾട്ട് കിട്ടണ അന്ന് കാലത്ത് ഞാൻ ഉറക്കത്തിൽ മാതാവിനോട് വന്ന് പറയാണ്, മോളെ നിൻ്റെ റിസൾട്ട് നെഗറ്റീവാണ്, നീ പേടിക്കേണ്ടെന്ന്. അങ്ങനെ റിസൾട്ട് മേടിച്ചു, അത് നെഗറ്റീവായി. അങ്ങനെ ഇരിക്കെ ഞാൻ രോഗങ്ങളും വേദനകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ 2022 ഡിസംബർ 8 തീയതി അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഞാൻ തീരെ അവസ്ഥ നിലയിൽ, എന്താ പറയുക, ശ്വാസം മുട്ടിന് വലിക്കണ എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ട് അവശ്യ നിലയിലാണ് വന്നത്. മിണ്ടാൻ പറ്റാത്ത അവസ്ഥ, ഒച്ചയൊക്കെ അടഞ്ഞ് എൻ്റെ കൊണ്ടുവന്നവർക്കറിയാം എൻ്റെ അവസ്ഥ എന്തായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു, ഉടമ്പടി നിയോഗമൊക്കെ വെച്ചു. അങ്ങനെ ഞാൻ പോയി. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് സൗണ്ട് കിട്ടി, പ്രാർത്ഥനയും പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ തിരിച്ചു പോയി. അപ്പം എന്നെ വന്നവർക്കൊക്കെ മനസ്സിലായി എനിക്ക് രോഗസൗഖ്യമുണ്ടെന്ന്. അങ്ങനെ പോയി. പിന്നെ ഞാൻ മാസം ഇവിടെ വരിക പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. 58-ാമത്തെ ദിവസം ഞാൻ വന്ന അച്ഛനെ കണ്ടപ്പോൾ സ്കാനിങ് സെൻറ്ററിലത്തെ റിപ്പോർട്ട് ഒക്കെ കാണിച്ച് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ തൊണ്ട ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ 9.5 ഉണ്ട്, 3 മുഴകളുണ്ട്, തൊണ്ട ഓപ്പറേഷൻ ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ ശ്വാസകോശം ലെൻസും കംപ്ലൈൻറ്റ് കാരണം, നെഞ്ചിന് അസ്വസ്ഥത കാരണം എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെ എനിക്ക് അമിത വെയിറ്റാണ്, 117 കിലോനാണ് ഞാൻ തളർന്ന മാതിരി അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത്. അപ്പോൾ അമിത വെയിറ്റ് ആയിരിക്കുമ്പോൾ അതും സാധിക്കില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ മരുന്നുകളൊക്കെ തന്ന് അവിടെ നിന്ന് വിട്ടു. പിന്നെ തമ്പുരാനോട് പ്രാർത്ഥിക്കുക, അതുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടു വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ തൊണ്ടയിൽ കൈവച്ചു, ഓപ്പറേഷൻ കൂടെ ആദ്യം സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോയി. മരുന്നുകളൊക്കെ തുടർന്നു. ഞാൻ ഇവിടെ വന്ന് നേർച്ച വസ്തുക്കളും സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുപോകും എല്ലാ മാസം. അങ്ങനെ ഇന്ന് 6-ാമത്തെ തവണയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3-ാമത്തെ 90 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു. ഉടമ്പടി പുതുക്കുമ്പോൾ എന്നോട് ഇവിടെ ആ പ്രേക്ഷിത പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, 3 മാസം കൊണ്ട് 12 കിലോ കുറഞ്ഞില്ലേ, ഇനി അപ്പോൾ 6-ാം മാസം സ്കാനിങ് റിപ്പോർട്ടും ഈ 3 മാസത്തെ വെയിറ്റും കൂടിയും കുറഞ്ഞ് ഞാൻ സാക്ഷ്യം പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി. അങ്ങനെ 6-ാം മാസത്തിൽ ഇപ്പോൾ സ്കാൻ ചെയ്തു. 3 മുഴകളിൽ 9.5 ഉള്ള മുഴ 7.2, പിന്നെ 2 ചെറിയ മുഴകൾ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. നെഞ്ചും പിന്നെ വയറും സ്കാൻ ചെയ്തു. നെഞ്ചും അതേപോലെ തന്നെ ശ്വാസകോശം ഒട്ടിപ്പിടിച്ചിരിക്കുക, ധമനികൾ അടഞ്ഞിരിക്കുക, ഒക്കെ അതേപോലെ തന്നെ. യൂട്രസിൽ ഫൈബ്രോയിഡ്, കിഡ്നിയിൽ കല്ല്, കുറേ രോഗങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഡോക്ടർ പറഞ്ഞു, ഈ അവസ്ഥയിൽ ചേച്ചി ഇങ്ങനെ നടക്കുന്നതിന് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയും. ഈ ശ്വാസകോശം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ രോഗി കിടപ്പ് രോഗിയായിട്ടാണ് ഞങ്ങൾക്ക് അറിയപ്പെടുന്നത്. പക്ഷേ ചേച്ചി എന്തെങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന്. അതാണ് എൻ്റെ 1-ാമത്തെ അനുഭവം. ഞാൻ ഈ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് നിയോഗം വെച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഫലമായി എനിക്ക് രോഗസൗഖ്യം കിട്ടി. പിന്നെ 2-ാമതായി എൻ്റെ അമ്മയുടെ സാക്ഷ്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വരും മുൻപ് തന്നെ 1.5 വർഷമായി ബ്രസ്റ്റിൽ ക്യാൻസറാണെന്ന് അറിഞ്ഞു. പനി വന്ന് ആശുപത്രിയിൽ എടുത്തി. അമ്മ ബ്രസ്റ്റിലൊരു തടിപ്പെന്ന് പറഞ്ഞ് മാമോഗ്രാം ചെയ്തു. 3rd സ്റ്റേജായി ബ്രസ്റ്റിൽ മുഴ. ഇനി സ്പ്രെഡ് ചെയ്തുകൊണ്ടോ ചെയ്യാൻ പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ സ്പ്രെഡിങ് ഒന്നും ചെയ്തിട്ടില്ല, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കാണിച്ചാൽ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ അമ്മയും പറഞ്ഞു, എനിക്ക് അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണ്ട. അങ്ങനെ അമ്മ ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു കൂട്ടുകാരത്തി. അവൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, ഉപ്പും
തേനും വിശ്വാസ പ്രമാണം ചൊല്ലി കഴിക്കാൻ പറഞ്ഞു. അമ്മ അങ്ങനെ കഴിച്ചു. അതിൻ്റെ ഫലമായി അമ്മയ്ക്ക് 6 ഹീമോ ചെയ്തു. ഹീമോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ ആകെ തളർന്ന് ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തു. ഹീമോ ചെയ്തു. 6 ഹീമോ കഴിയുമ്പോഴേക്കും അമ്മ തളർന്ന അവസ്ഥയിൽ അമ്മയ്ക്ക് മരണം സംഭവിക്കുന്ന അവസ്ഥ വരെ എത്തി. ഞങ്ങൾ ഹീമോ വേണ്ടാന്ന് പറഞ്ഞാൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഞാൻ ഇവിടെ നിന്ന് മാതാവിൻ്റെ സന്നിധി എന്ന് പറയാണ്, കറുത്ത ബ്ലൗസ് എടുത്ത് ഞാൻ തയ്ക്കാൻ കൊടുത്തു. എൻ്റെ അമ്മ ആ അവസ്ഥയിലാണ് അമ്മ കിടന്നു പറഞ്ഞത്, എപ്പോൾ മരണമെന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ. അങ്ങനെ ഞങ്ങൾ ഹീമോ വേണ്ട എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ മതി എന്നുകൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ 18 ഇഞ്ചക്ഷൻ ചെയ്തു. ഇത് കഴിഞ്ഞു. ഇപ്പോൾ അമ്മയ്ക്ക് മാമോഗ്രാമും ചെയ്തു, സ്കാനിങ് നടത്തി. ഞാൻ ഉടമ്പടി എടുത്ത് പോയി. എൻ്റെ 1.5 മാസം കഴിഞ്ഞ് അമ്മയ്ക്ക് മാമോഗ്രാം ചെയ്തു, സ്കാനിങ് കഴിഞ്ഞു. ആ ബ്രസ്റ്റിൽ അമ്മോളെ കാണാനില്ല. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ 3ാമതായി എൻ്റെ മകന് തൊണ്ടയിൽ എനിക്കുള്ള പോലെയാണ് ഒരു മുഴ എൻ്റെ മോനുണ്ടായിരുന്നു. അത് 8ൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മോൻ +2 ആണ്. അത് കുത്തിയെടുത്ത് പരിശോധിച്ചു, സ്കാനിങ് നടത്തി. അപ്പോൾ ക്യാൻസറൊന്നുമല്ല, കുഴപ്പമില്ല, വെള്ളം കെട്ടിയ അസുഖമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഉടമ്പടി തൈലം പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുഴ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് വേറൊരു മുഴയും കൂടി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ, ദൈവമേ എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല അമ്മേ, എൻ്റെ മോന് വന്നാൽ ഞാൻ സഹിക്കില്ല. 7 വർഷം കഴിഞ്ഞിട്ടുണ്ടായ മോനാണ്, ആകെ ഒരു മോനുള്ളൂ. അപ്പോൾ ഞാൻ ഈ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. ആ മുഴ അപ്രത്യക്ഷമായി പോയി. അതിനും കോടാനുകൂടി നന്ദി. പിന്നെ എൻ്റെ സഹോദരൻ, ഞാനായിട്ട് ചെറിയ രസക്കുറവായിരുന്നു, 2 വർഷമായി എൻ്റെ വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു, സഹോദരങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ പെരുമാറുവാനും അവൻ എൻ്റെ വീട്ടിൽ വന്നാൽ കുടുംബസമേതം വരണമെന്ന് വെച്ചാൽ അവൻ വരാണ്ട് ഭയങ്കര വിഷമമാണ് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കാറുള്ളത്. അവനും അവൻ്റെ കുടുംബം എൻ്റെ വീട്ടിൽ വന്നു, അത് സ്നേഹമായി. പിന്നെ ഞാൻ എന്നുവെച്ചാൽ 117 കിലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ നേരം വെളുത്ത വഴിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലത്തെ എൻ്റെ വഴിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി 1 കപ്പ് ചൂടുവെള്ളം എടുക്കും, ഉപ്പും തേനും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് അത് കഴിച്ചതിന് ശേഷം എന്ത് കാര്യം ചെയ്യുള്ളൂ. ഞാൻ എന്നുവെച്ചാൽ മരുന്നൊന്നല്ല, എന്നെ തുഷാറായി നടത്തണേ. എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ ഈ നേർച്ച വസ്തുക്കൾ, വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കൾ കഴിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്ര രോഗസൗഖ്യം പ്രാപിച്ചതെന്നും ഇതേമാതിരി ഉഷാറായി നടക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ഞാൻ ദശാംശം കൊടുക്കാറുണ്ട്. അപ്പോൾ ദശാംശം കൊടുക്കുന്നത് ഞാൻ കൃപാസനത്തിൽ വന്നു തുടങ്ങിയപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കൃപാസനത്തിൽ വന്ന് നേർച്ച വസ്തുക്കൾ വാങ്ങിക്കും. ഉപ്പ്, തേൻ, കൊന്ത, കാശുരൂപം, പ്രാർത്ഥനാ പുസ്തകം, തിരി, ഇതൊക്കെ വാങ്ങിച്ച് ഇതും പത്രവും കൊണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങി രോഗികളുണ്ടെങ്കിൽ തൈലം ഞാൻ കൊണ്ടുപോയി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ രോഗികളെ പ്രാർത്ഥിക്കും. ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും ഇവിടെ വരാമ്പോൾ സാധിക്കില്ലല്ലോ, വരണമെന്ന് ആഗ്രഹിച്ചാലും സാധിക്കാത്ത ഒത്തിരി മക്കളുണ്ട്, അവർക്കൊക്കെ ഇത് കൊണ്ടു കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രവർത്തികളും എല്ലാ ദിവസവും എനിക്കിപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്. സാധാരണ കാലത്ത് അരമണിക്കൂർ ആരാധനയും കൊന്തിയും കുർബാനയും കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വരാറ്. പിന്നെ ഞാൻ 41-ൻ്റെ കുർബാന ഉണ്ടെങ്കിൽ അതിന് പോകും. അങ്ങനെ 1-2 കുർബാനയ്ക്ക് ഒരു ദിവസം കാണാനുള്ള ആരോഗ്യം എനിക്ക് മാതാവ് തന്നു. കോടാനുകോടി നന്ദി ഈശോയ്ക്കും മാതാവിനും. ഈ സഹോദരി ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഞാനൊരു കിടപ്പ് രോഗിയാകേണ്ട ആളാണ്. അമ്മയുടെയും ഈശോയുടെയും സഹായത്തോടെയാണ് ഞാൻ